ഇപ്പോൾ റോബിൻ പീറ്റർ ഉണ്ട്, പ്രമാടം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. അദ്ദേഹം ടെലിഫോണിലാണ്. റോബിൻ പീറ്റർ, താങ്കൾ ഈ അപകട വാർത്ത അത് അതീവ ദുഃഖകരമാണ്, അത് അറിഞ്ഞു കാണും. ഇപ്പോൾ നമുക്ക് ഒരുപാട് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. റോഡിന്റെ പ്രശ്നമുണ്ട്, അമിത വേഗമുണ്ട്. താങ്കൾക്ക് മനസ്സിലായത് എന്താണ് ഈ മേഖലയെക്കുറിച്ച്? ഈ അപകടത്തെ സംബന്ധിച്ചോളം ഇന്ന് രാവിലെ കേൾക്കുമ്പോൾ വളരെയേറെ ഈ നാടിനെ സംബന്ധിച്ചോളം വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഈ രണ്ട് കുടുംബവുമായും ഏറ്റവും അടുത്ത് സ്നേഹബന്ധമുള്ള കുടുംബമാണ്. ഈ മകളുടെയും മകന്റെയും വിവാഹത്തിന് കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കെടുത്തിരുന്നതാണ്. അവര് വിദേശത്ത് പോയിട്ട് തിരികെ വരുമ്പോൾ മകന്റെ പിതാവും മകളുടെ പിതാവും കൂടി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും അവരെ വിളിച്ച് കൊണ്ടുവരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ റോഡിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് 3-4 അപകടങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റോഡിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണോ അത് എന്താണെങ്കിലും അത് അടിയന്തരമായി ബന്ധപ്പെട്ടവർ അത് പരിശോധിക്കുകയും ഇനിയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവുകയും വേണം. കാരണം ഇത് കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഭാഗത്താണ് ഈ അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും മുൻകരുതലുകളോ അല്ലെങ്കിൽ അതിനുള്ള സിഗ്നലുകളോ കാര്യങ്ങളോ എന്തായാലും അതിന് വേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശ്രീ റോബിൻ പീറ്ററാണ് ചേർന്നത്. അദ്ദേഹത്തിന് ഈ മേഖലയെക്കുറിച്ച് നല്ല പരിചയമുള്ള ആളാണ്. ഈ ആളുകളുമായി അടുത്ത പരിചയമുള്ള ആളാണ്. വിവാഹത്തിൽ പങ്കെടുത്ത ആൾ കൂടിയാണ്. അത്രത്തോളം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. 4 പേരാണ്, അതായത് ഒരു കുടുംബം എന്ന് വെച്ചാൽ ഇവർ വിവാഹത്തിന് ശേഷം ഒന്നിച്ച ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത് എന്നുള്ളതാണ് അതീവ ദുഃഖകരം. നവദമ്പതികളായ 2 പേർ, ഇവരുടെ അച്ഛന്മാർ മരണപ്പെട്ടു എന്നുള്ള എത്ര ദുഃഖകരമായ വാർത്തയാണ് എന്നുള്ളതാണ് ഏറ്റവും ഏറെ സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. എത്രത്തോളം ദുഃഖമുണ്ട് ഈ വാർത്ത നമ്മൾ പറയുമ്പോൾ പോലും. ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ്. നാട്ടുകാരൊക്കെ ഈ അപകടം കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പലർക്കും ഈ കുട്ടികളെ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനാവാത്ത പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അത്രത്തോളം ഈ വാഹനം തകർന്ന സാഹചര്യം പിന്നീട് വളരെ പ്രയാസപ്പെട്ടാണ് പലരെയും പുറത്തെടുത്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ലോ.